പ്രിയമുള്ള സഹോദരങ്ങളെ, എല്ലാവർക്കും ഒരിക്കൽ കൂടി വീഡിയോയിലേക്ക് സ്വാഗതം. മാനവസേവ മാധവസേവ എന്ന ആപ്തവാക്യത്തിലൂന്നി പ്രവർത്തിക്കുന്ന സേവാഭാരതിയുടെ തലചായ്ക്കാനൊരിടം സ്നേഹ നികുഞ്ചം എന്ന് പേരിട്ടിരിക്കുന്ന പ്രോഗ്രാമിലേക്ക് നമുക്ക് ഇളങ്കാട് ബസ് സ്റ്റാൻഡിൽ നിന്ന് യാത്ര തിരിക്കാം. 2021 ഒക്ടോബർ 16 കോട്ടയം ജില്ലയിലെ കൂട്ടിക്കലും ഇടുക്കിയിലെ കൊക്കയാർ എന്ന പ്രദേശങ്ങളിലുണ്ടായ മിന്നൽ പ്രളയത്തിലും അതേ തുടർന്നുണ്ടായ ഉരുൾപൊട്ടലും ഇരകളായവർക്കുള്ള സേവനങ്ങളുടെ അവസാന ഘട്ടമായി നിർമ്മാണത്തിലിരുന്ന 12 വീടുകളിൽ 4 വീടുകൾ മുൻപ് തന്നെ സേവാഭാരതി സമർപ്പിച്ചു കഴിഞ്ഞു. ശേഷിക്കുന്ന 8 വീടുകളിലെ നിർമ്മാണം പൂർത്തീകരിച്ച് പ്രസ്തുത വീടുകളിലെ ഗൃഹപ്രവേശവും താക്കോൽ ദാനവും 2025 ജൂൺ 23 തിങ്കളാഴ്ച രാവിലെ 11 മണിക്ക് ബഹുമാനപ്പെട്ട കേരള ഗവർണർ ശ്രീ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ നിർവഹിക്കുന്നു. ഈ ചടങ്ങിന് എത്തിച്ചേർന്നിരിക്കുന്ന ആൾക്കാരെ സേവാഭാരതി പ്രത്യേകം തയ്യാറാക്കിയിരിക്കുന്ന ജീപ്പുകളിലാണ് കൊടുങ്ങ എന്ന സ്ഥലത്ത് എത്തിക്കുന്നത്. സേവാഭാരതിയുടെ പ്രവർത്തനങ്ങളെ എത്ര തന്നെ അഭിനന്ദിച്ചാലും മതിയാവില്ല. തീർച്ചയായിട്ടും അഭിനന്ദനങ്ങൾ നൽകാൻ ഞാൻ യോഗ്യനാണോ എന്ന് ചോദിച്ചാൽ ഒരിക്കലും ആയിരിക്കില്ല. പക്ഷേങ്കിൽ വ്യക്തിപരമായ നാമത്തിൽ നമ്മൾ അഭിനന്ദനം രേഖപ്പെടുത്തിയില്ലെങ്കിൽ നമ്മളെ മനുഷ്യരുടെ കൂട്ടത്തിൽ കൂട്ടാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് പരമമായ സത്യം. വളരെ ദൂരത്തിൽ നിന്ന് നിൽക്കുന്ന പ്രവർത്തകരെ കൃത്യമായിട്ട് ഇളങ്കാട്ടിൽ അവരുടെ വാഹനങ്ങൾ പാർക്ക് ചെയ്യാനും ആ വാഹനത്തിൽ വന്ന് എത്തുന്ന ആളുകളെ പ്രത്യേകം തയ്യാറാക്കിയിരിക്കുന്ന സേവാഭാരതിയുടെ വാഹനങ്ങളിൽ കയറ്റി അയക്കാൻ വേണ്ടിയിട്ട് ഇളങ്കാട് ബസ് സ്റ്റാൻഡിലും സേവാഭാരതിയുടെ വാളണ്ടിയേഴ്സ് തയ്യാറായി നിൽപ്പുണ്ടായിരുന്നു. നമ്മളീ കാണുന്നത് കോട്ടയം ജില്ലയിലെ ഇളങ്കാട് എന്ന സ്ഥലമാണ്. ഇളങ്കാട്ടിൽ നിന്നാണ് കൊടുങ്ങയിൽ 8 വീടുകൾ പണിതിരിക്കുന്ന കൊടുങ്ങ എന്ന സ്ഥലത്തേക്ക് നമ്മൾ യാത്ര തിരിക്കേണ്ടത്. ഇത് ഇളങ്കാട്ടിലെ ഓട്ടോ സ്റ്റാൻഡാണ്. ഈ വീഡിയോ എടുക്കുന്നത് എൻ്റെ ജീവിതോപാധിയായ ലോട്ടറി വിൽപ്പനയുടെ ഇടയ്ക്കാണ് കേട്ടോ. നമ്മുടെ ജീവിതമാർഗമായ ലോട്ടറി എടുത്ത് വല്ലപ്പോഴൊക്കെ നമ്മളെ സഹായിക്കുന്ന കൂട്ടുകാരാണ്. ഈ നാട്ടുകാരനായ എനിക്ക് 2021 ഒക്ടോബർ 16 ഉണ്ടായ പ്രളയവും മിന്നൽ പ്രളയവും ഉരുൾപൊട്ടലുകളുടെ സമയത്തൂടി ഇല്ലായിരുന്നു. അതിൻ്റെ തലേ ദിവസം ഒക്ടോബർ 15 എൻ്റെ സഹോദരൻ മരണമടഞ്ഞു. അദ്ദേഹത്തിൻ്റെ മരണാനന്തര കർമ്മങ്ങൾ ഈ 16 നടക്കുകയായിരുന്നു. അന്ന് ഉച്ചയോടുകൂടി നടക്കേണ്ട മരണാനന്തര കർമ്മങ്ങളെ അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ ഏതാണ്ട് 2 കിലോമീറ്റർ ചുറ്റളവിൽ വെള്ളം ഉയർന്നതിനാൽ, ശക്തമായ മഴ മൂലം വെള്ളം ഉയർന്നതിനാൽ വൈകിട്ട് 5 മണിയോടുകൂടിയാണ് സംസ്കാര ചടങ്ങുകൾ പൂർത്തിയാക്കാൻ കഴിഞ്ഞത്. നമ്മുടെ ഇപ്പോഴത്തെ കൊടുങ്ങായിലെ മേൽശാന്തിയായ അർജുൻ ശാന്തി ആയിരുന്നു അന്ന് അതിനുള്ള കർമ്മങ്ങളൊക്കെ നടത്തിയത്. അദ്ദേഹം ഉച്ചയോടുകൂടി വന്നിട്ട് തിരിച്ചു പോവുകയാണ് ചെയ്തത്. അതിനുശേഷം വൈകിട്ട് എത്തിയാണ് സംസ്കാര ചടങ്ങുകൾ പൂർത്തിയാക്കിയത്. പിന്നാക്കാട് എന്ന് പറയുന്ന ആ സ്ഥലത്ത് വെച്ചാണ് ഈ ഉച്ചയോടുകൂടി ഇവിടെ ഉണ്ടായ മഹാദുരന്തങ്ങൾ ഫോണിൽ വിളിച്ച് ഓരോരുത്തർ പറയുമ്പോൾ മാത്രമാണ് നമ്മൾ അറിഞ്ഞത്. അതിനുശേഷം ഒരാഴ്ച കഴിഞ്ഞ് വീട്ടിലേക്ക് ഞാനും ഭാര്യയും കൂടെ വരുമ്പോൾ ഇവിടെ ബസ് കൂടുന്ന സംവിധാനമൊന്നും ആയിട്ടില്ലായിരുന്നു. മുണ്ടക്കയത്തിന് വണ്ടി കയറാൻ വേണ്ടിയിട്ട് നിർത്തിയിരുന്നിട്ട് വൈക്കം ഭാഗത്തു നിന്ന് വന്ന സേവാഭാരതിയുടെ വണ്ടിയിൽ കൈ കാണിച്ച് ആ വണ്ടിയിൽ കയറിയാണ് LR എന്ന സ്ഥലത്ത് വന്നിറങ്ങി അവിടുന്ന് ഓട്ടോയ്ക്ക് വീട്ടിലെത്തുകയാണ് ഉണ്ടായത്. വളരെ യാദൃശ്ചികമായിട്ടാണെങ്കിലും കൃത്യം എല്ലാ സീറ്റുകളിലും ആളുകൾ ഉണ്ടായിരുന്നെങ്കിലും ഞങ്ങൾ രണ്ടുപേരും കയറിയപ്പോൾ തന്നെ ഞങ്ങൾക്ക് രണ്ടുപേർക്കും പ്രത്യേക സീറ്റുകൾ ഒഴിച്ചു തന്നെ അവരെ പ്രത്യേകം സ്മരിക്കാൻ കഴിയില്ല. അവിടെ നിന്ന് ചുറ്റും കണ്ണോടിച്ചപ്പോൾ പരിചിതമായ മുഖങ്ങൾ എന്നത് മനസ്സിൽ തട്ടുന്ന പോലെ തോന്നി. ശ്രദ്ധിച്ചു നോക്കിയപ്പോഴാണ് വൈക്കം കീഴൂർ ശ്രീഭദ്ര ഭജനമണ്ഡലി പ്രവർത്തകരാണെന്നുള്ളത് മനസ്സിലായത്.
അവരുടെ പ്രോഗ്രാമുകൾ മിക്കവാറും ഫോണുകളിൽ കൂടി കാണാറുണ്ടായിരുന്നു. പ്രധാനമായി പാടിയിരുന്ന അർജുൻ സജിയെ പരിചയപ്പെടാനും അങ്ങനെ സാധിച്ചു. നമ്മളിപ്പോൾ കാണുന്നത് സ്നേഹനികുഞ്ചം സേവാഭാരതി പണിതിരിക്കുന്ന വീടുകളാണ്. നമ്മൾ എളങ്കാട്ടിൽ നിന്ന് കയറി വന്ന കൊടുങ്ങാർ റോഡിൽ പകുതിയോളം എത്തുമ്പോൾ റോഡിന്റെ മൂന്ന് വശത്തായിട്ട് നമുക്ക് ഈ വീടുകൾ കാണാൻ സാധിക്കും. എടുത്തു പറയാതിരിക്കാൻ വയ്യ, നമ്മുടെ പ്രിയ സുഹൃത്ത് ഉല്ലാസിനെ കിട്ടിയതുകൊണ്ട് നമുക്ക് കൊടുങ്ങാ വരെ ഈ വീഡിയോ എടുത്തു വരാൻ സാധിച്ചു. ഇളങ്കാട്ടിൽ നിന്ന് നമ്മൾ കൊടുങ്ങായ്ക്കുള്ള സ്നേഹനികുഞ്ചത്തിലേക്കുള്ള യാത്ര ഉല്ലാസിന്റെ ബൈക്കിലായിരുന്നു കേട്ടോ. ലോകഹിതം മമ കരണീയം എന്ന മനോഭാവത്തോടെ ആർദ്രയുടെ കണ്ണീരൊപ്പാനും മറ്റെന്തിനേക്കാളും വലിയ ധർമ്മം സേവനമാണ് എന്ന് തിരിച്ചോടുകൂടി പ്രവർത്തിക്കുന്ന ഭാരതത്തിലെ ഏറ്റവും വലിയ സേവാ പ്രസ്ഥാനമാണ് സേവാഭാരതി. പ്രകൃതി ദുരന്തങ്ങൾ ഒന്നിനു പിറകെ മറ്റൊന്നായി കേരളത്തെ വേട്ടയാടിയപ്പോഴും വയനാട് ദുരന്തം ഉൾപ്പെടെ കോവിഡ് എന്ന പകർച്ചവ്യാധി മഹാപേമാരിയായി പെയ്തിറങ്ങിയപ്പോഴും സമാനതകളില്ലാതെ സേവന പ്രവർത്തനങ്ങളിലൂടെ സമൂഹത്തിന് മാതൃകയായ സേവാഭാരതി. 2021 ഒക്ടോബർ 16 ഉണ്ടായ ഉരുൾപൊട്ടലിൽ ദുരിതബാധിതരായിട്ടുള്ള ജനങ്ങൾക്ക് തങ്ങളാൽ കഴിയുന്ന എല്ലാവിധ സേവനങ്ങളും സേവാഭാരതി നൽകി. അതോടൊപ്പം 12 വീടുകൾ വെച്ച് നൽകുവാനുള്ള തീരുമാനം ഉണ്ടാവുകയും ആദ്യഘട്ടത്തിൽ 4 വീടുകൾ സമർപ്പിക്കുകയും ചെയ്തു. തുടർന്ന് കൊടുങ്ങയിൽ 50 സെന്റ് സ്ഥലം വാങ്ങി 8 വീടുകൾ നിർമ്മാണം പൂർത്തീകരിച്ചു. പ്രോഗ്രാം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ആ വീടുകളൊന്ന് സന്ദർശിക്കാം. അതോടൊപ്പം തന്നെ സേവാഭാരതി പ്രവർത്തകരുടെ ഒരുക്കങ്ങൾ നമുക്ക് കാണാം. നമ്മൾ ഈ കാണുന്നത് വാഗമൺ മലനിരകളാണ് കേട്ടോ. നിങ്ങൾ വണ്ടിയാൽ വന്ന സമയത്ത് ഇളങ്കാട്ടിൽ നിന്ന് കയറി പോരുമ്പോഴൊക്കെ വാഗമണിലെ ഈ മലകൾ നമുക്ക് കാണാമായിരുന്നു. അതുപോലെ തന്നെ തെളിഞ്ഞ ആകാശമാണെങ്കിൽ വാഗമണിലെ ഗ്ലാസ് ബ്രിഡ്ജും പാച്ചിട്ടവരൊക്കെ ഇവിടെ നോക്കിയാൽ കാണാം. ഗൃഹപ്രവേശ ചടങ്ങിനായി ഒരുക്കി വെച്ചിരിക്കുന്ന സാധനങ്ങളാണ് കേട്ടോ. ഏറ്റവും സുന്ദരമായ സ്ഥലത്ത് 8 വീടുകൾ 8 കുടുംബങ്ങൾക്ക് താങ്ങായി തണലായി തലചായ്ക്കാൻ ഇടം. എന്തായാലും ഒരു കാര്യം പറയാതിരിക്കാൻ കഴിയില്ല, ഇതിന് ഈ 8 വീടുകൾക്ക് സ്നേഹനികുഞ്ചം എന്ന പേരിട്ട ആരായാലും ആ പുണ്യാത്മാവിനെ ഞാൻ നമിക്കുന്നു. പുണ്യ നിമിഷങ്ങൾക്ക് അനുഗ്രഹവുമായി എത്തിയ ദേവന്മാരെ പോലെ ആകാശത്ത് വട്ടമിട്ട് പറക്കുന്ന 2 പരുത്തുകളെ കാണാം.
പ്രകൃതി എത്ര താണ്ഡവമാടി എന്ന് പറഞ്ഞാലും എത്ര വല്ലതും ദുരന്തങ്ങൾ വന്നെന്ന് പറഞ്ഞാൽ പ്രകൃതിയുടെ സൗന്ദര്യം അതൊന്ന് വേറെ തന്നെയാണ്. എത്ര സുന്ദരമായ സ്ഥലമല്ലേ. വീഡിയോ എത്ര കണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്നെനിക്കറിയില്ല. എങ്കിൽ തന്നെയും കാണുന്നവർ അതിൻ്റെ ഒരു അഭിപ്രായം എഴുതിയിടണമെന്ന് വിനീതമായി അപേക്ഷിക്കുക കേട്ടോ. വീഡിയോയിൽ ഈ പ്രോഗ്രാമിൻ്റെ പരമാവധി ഭാഗങ്ങൾ കിട്ടിയ അത്രയും ഭാഗങ്ങൾ ഉൾക്കൊള്ളിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. എന്തെങ്കിലുമൊക്കെ പിഴവുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ സദയം ക്ഷമിക്കുക. തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളത് പറഞ്ഞു തരണം. നമ്മളിപ്പോൾ ദേവസേനാപതിയായ കൊടുങ്ങ വേലായുസ്വാമിയുടെ, കൊടുങ്ങ മുരുകൻ്റെ, കൊടുങ്ങയിലാണ്ടവൻ്റെ മൈതാനത്തേക്ക് പ്രവേശിക്കുക കേട്ടോ. സേവാഭാരതിയുടെ പ്രത്യേകം തയ്യാറാക്കിയിരിക്കുന്ന ജീപ്പുകൾ ജലങ്കാട്ടിൽ നിന്ന് കയറി വരുന്ന ആൾക്കാർ വന്നിറങ്ങുന്ന ഭാവമാണ്. നമ്മളിപ്പോൾ പ്രോഗ്രാം നടക്കുന്ന വേദിക്കരികിൽ എത്തിയിരിക്കുകയാണ്. ബഹുമാനപ്പെട്ട കേരള ഗവർണർ ശ്രീ രാജേന്ദ്ര വിശ്വനാഥ അർലേക്കർ എത്തിയാലുടൻ തന്നെ ചടങ്ങുകൾ ആരംഭിക്കുന്നതായിരിക്കും. ഓർഡർ നമുക്കൊന്ന് നോക്കാം. ആദ്യം ദേശീയഗാനം, അതിനുശേഷം പ്രാർത്ഥന, ദീപപ്രജ്വലനം, തുടർന്ന് സ്വാഗതം ശ്രീ KG രാജേഷ്, ജനറൽ സെക്രട്ടറി ദേശീയ സേവാഭാരതി കോട്ടയം, അധ്യക്ഷൻ അഡ്വക്കേറ്റ് SP ശരത്, പ്രസിഡന്റ് ദേശീയ സേവാഭാരതി കോട്ടയം. ആശംസകൾ ഡോക്ടർ രഞ്ജിത്ത് വിജയഹരി, പ്രസിഡന്റ് ദേശീയ സേവാഭാരതി കേരളം. അഡ്വക്കേറ്റ് ഷോൺ ജോർജ്, ജില്ലാ പഞ്ചായത്ത് മെമ്പർ കോട്ടയം. സേവാ സന്ദേശം നൽകുന്നത് ശ്രീ S സുദർശൻ, രാഷ്ട്രീയ സ്വയം സേവാ സംഘം ദക്ഷിണ കേരളം പ്രാന്തപ്രചാരക്. മഹനീയ സാന്നിധ്യം സംഭൂജ ഗരുഡധ്വജാന്റെ തീർത്ഥപാദാശ്രമം വാഴൂർ. ഉദ്ഘാടനം, താക്കോൽദാനം തുടങ്ങിയ കർമ്മങ്ങൾ ശ്രീ രാജേന്ദ്ര വിശ്വനാഥ അർലേക്കർ, ബഹുമാനപ്പെട്ട കേരള ഗവർണർ. തുടർന്ന് ദേശീയ ഗാനത്തോടുകൂടി പ്രോഗ്രാം അവസാനിക്കും. ഈ 8 വീടുകളുടെ താക്കോൽദാനം 2025 ജൂൺ 23 തിങ്കളാഴ്ച രാവിലെ 11 മണിക്ക് ബഹുമാനപ്പെട്ട കേരള ഗവർണർ ശ്രീ രാജേന്ദ്ര വിശ്വനാഥ അർലേക്കർ നിർവഹിക്കുകയാണ്.
embarks on another glorious moment in its journey. ദീപം തെളിയിച്ച് ശ്രീ സുനിൽ ജോസ് അവറുകൾ, കോട്ടയം ജില്ലാ പഞ്ചായത്ത് മെമ്പർ അഡ്വക്കേറ്റ് ഷോൺ ജോർജ് അവറുകൾ, അതോടൊപ്പം ദേശീയ സേവാഭാരതി കോട്ടയം ജനറൽ സെക്രട്ടറി ശ്രീ KG രാജേഷ് അവറുകൾ, ദേശീയ സേവാഭാരതി കോട്ടയം. Let's welcome Shri KG Rajesh, Deshiya Seva Bharati, Kottayam District General Secretary, for the welcome speech. സ്നേഹനികുഞ്ചത്തിന്റെ താക്കോൽ ദാനത്തിനായി എത്തിച്ചേർന്നിരിക്കുന്ന നമ്മുടെ വിശിഷ്ടാതിഥി ബഹുമാനപ്പെട്ട കേരള ഗവർണർ ശ്രീ രാജേന്ദ്ര വിശ്വനാഥ ആർലേക്കർ അവർ 2021 ഒക്ടോബർ മാസം 16-ാം തീയതി കൂട്ടിക്കൽ കൊക്കയാർ പഞ്ചായത്തുകളിലുണ്ടായ ഉരുൾപൊട്ടലിനോട് അനുബന്ധിച്ച് ദേശീയ സേവാഭാരതി കോട്ടയം നടത്തിവരുന്ന സേവന പ്രവർത്തനങ്ങളുടെ പൂർത്തീകരണത്തോടനുബന്ധിച്ച് തലചായ്ക്കാനൊരിടം പദ്ധതിയുടെ ഭാഗമായി 8 വീടുകളുടെ താക്കോൽ ദാനത്തിന് സാക്ഷ്യം വഹിക്കാനായി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, ആരാധ്യരായ എൻ്റെ പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം. 2021 ഒക്ടോബർ 16 ഉച്ചയോട് കൂടിയിട്ടാണ് ഈ കൂട്ടിക്കൽ കൊക്കയാർ പഞ്ചായത്തുകളിലെ ഈ ഉരുൾപൊട്ടലിനെ സംബന്ധിച്ച് എല്ലാവരും അറിയുന്നത്. ആ സമയത്ത് തന്നെ മുണ്ടക്കയം ഭാഗത്തു നിന്നുള്ള നമ്മുടെ പ്രവർത്തകർ ഈ സ്ഥലത്ത് എത്തുകയും ഈ പ്രളയത്തിൻ്റെ ദുരിതം തൊട്ടടുത്ത മറ്റ് പഞ്ചായത്തുകളെ ബാധിച്ച് ഉരുൾപൊട്ടലിന്റെ വെള്ളപ്പൊക്കം കാരണം കാഞ്ഞിരപ്പള്ളി, ചിറക്കടവ്, മണിമല, വെള്ളാവൂർ, മുണ്ടക്കയം, എരുമേലി തുടങ്ങിയ പഞ്ചായത്തുകളും ദുരിതം അനുഭവിച്ചു നിൽക്കുന്നു എന്നുള്ളതുകൊണ്ട് ഒരിക്കലും വെള്ളം കയറിയിട്ടില്ലാത്ത സ്ഥലങ്ങളിൽ ഈ ദുരിതം വന്നതുകൊണ്ട് വലിയ നാശനഷ്ടങ്ങൾ വിതച്ച് ഈ പ്രളയം 13 ജീവനുകളും കവർന്നെടുത്ത് കടന്നുപോയി. കാഞ്ഞിരപ്പള്ളിയിൽ വഴി ബ്ലോക്ക് ആയിരുന്നതുകൊണ്ട് ഒരു 4 മണിയോട് കൂടിയിട്ടാണ് നമുക്ക് ഈ കൂട്ടിക്കലിൽ എത്തിച്ചേരുവാൻ വേണ്ടി കഴിഞ്ഞത്. കൂട്ടിക്കലിൽ എത്തിയപ്പോൾ ആ ചപ്പാത്ത് ഭാഗത്ത് റോഡുകൾ പൊട്ടി ഇങ്ങോട്ടേക്കുള്ള ഗതാഗതം തടസ്സപ്പെട്ടിരുന്നു. അവിടെ തൊട്ട് വേലനിലം ഭാഗത്ത് തൊട്ട് നടന്നാണ് ഞങ്ങൾ 5-8 പേര് വന്നവരും മുണ്ടക്കയത്തു നിന്നുള്ള ആളുകളുമായി ഞങ്ങൾ കൂട്ടിക്കലിൽ എത്തുന്നത്. മുട്ടൊപ്പം ചെളിയുമായി നടക്കാൻ പോലും കഴിയാത്ത വിധത്തിൽ കൂട്ടിക്കൽ ഭാഗം തകർന്നിരിക്കുന്നു. അവിടെയുള്ള കടകളൊക്കെ നാമാവശേഷമായി മാറിയിരിക്കുന്നു. നമ്മുടെ തന്നെ സേവാഭാരതിയുടെ ജില്ലയുടെ സെക്രട്ടറി ആയിരുന്ന ഷീബ ചേച്ചിയുടെയൊക്കെ വീട് താഴത്തെ ഒരു നില പൂർണ്ണമായും ചള്ളയും മണ്ണുമായി നിറഞ്ഞ് ഉപയോഗശൂന്യമായ തരത്തിൽ ആ ഒരു വീട് കണ്ടപ്പോൾ തന്നെ ഈ ദുരന്തത്തിന്റെ വ്യാപ്തി നമുക്ക് അറിയുവാൻ കഴിയുന്ന തരത്തിലായിരുന്നു അത്. ഒന്നാമത്തെ നിലയിലുണ്ടായിരുന്ന എല്ലാ സാധനങ്ങളും വാഷ് ഔട്ടായി പോയതുപോലെ എല്ലാ സാധനങ്ങളും ഇല്ലാതെയായി. ഒരു നിമിഷം കൊണ്ട് അതുവരെ സമ്പാദിച്ചതെല്ലാം ഇല്ലാതെയായി മാറിയിരിക്കുന്നു. അവർക്ക് ആ സമയത്ത് ഉണ്ടായിരുന്ന ആ ഭാഗത്ത് നിന്ന് മാത്രം നമുക്കറിയാവുന്ന തരത്തിൽ കുറച്ച് ക്യാമ്പുകളാണ് നമ്മൾ കണ്ടത്. അവിടെ കൂട്ടിക്കലിൽ അപ്പോൾ തന്നെ ക്യാമ്പ് തുറക്കാനുള്ള പ്രവർത്തനം സർക്കാർ തുടങ്ങിയിരുന്നു. അവിടെ എത്തിയപ്പോഴുള്ള ചേച്ചിമാരെയൊക്കെ നോക്കുമ്പോൾ അവർ ഇട്ടിരുന്ന നനഞ്ഞ വസ്ത്രവുമായി നിൽക്കുകയാണ്. ഉടുതുണിക്ക് മറുതുണി ഇല്ല എന്ന് നമ്മൾ കേട്ടിട്ടേ ഉള്ളൂ. അക്ഷരാർത്ഥത്തിൽ അത് കാണുന്നത് അപ്പോഴാണ്.
എല്ലാം ഇല്ലാതായിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അവർക്ക് മാറുവാനുള്ള വസ്ത്രങ്ങൾ പോലുമില്ല. അത് അപ്പോൾ തന്നെ ഞാൻ നമ്മുടെ ജില്ലാ സമിതിയിൽ പറഞ്ഞപ്പോൾ ഡോക്ടർ കൃഷ്ണൻ നമ്പൂതിരി, പ്രസിഡന്റ് ഡോക്ടർ കൃഷ്ണൻ നമ്പൂതിരി അവர்களுം അതുപോലെ തന്നെ നമ്മുടെ മധുചേട്ടനും ചേർന്ന് 2 ലക്ഷം രൂപയുടെ തുണി അപ്പോൾ തന്നെ പർച്ചേസ് ചെയ്താണ് അവർ ക്യാമ്പുകളിലേക്ക് എത്തുന്നത്. ആദ്യമായി നമ്മുടെ പ്രവർത്തനം അതായിരുന്നു. 13 ക്യാമ്പുകളിൽ നമ്മൾ വസ്ത്ര വിതരണമൊക്കെ നടത്തി. പിന്നീടാണ് നമുക്ക് പിറ്റേ ദിവസം 17-ാം തീയതി എല്ലാ സ്ഥലത്തു നിന്നുമായി നമ്മുടെ സംഘ ജില്ലയിലെ രാമപുരം, മീനച്ചിൽ, പൂഞ്ഞാറ്, ചെറുക്കിടവ്, എരുമേലി സ്ഥലങ്ങളിൽ നിന്നൊക്കെ നമ്മുടെ 100 പ്രവർത്തകരോട് വരുവാനാണ് നമ്മൾ ആവശ്യപ്പെട്ടത്. ആ സമയത്ത് പിറ്റേ ദിവസം 17-ാം തീയതി തന്നെ നമ്മുടെ പ്രവർത്തനം നമ്മൾ ആരംഭിച്ചു. റോഡുകൾ തടസ്സപ്പെട്ട് കിടന്നിരുന്ന ആ സ്ഥലങ്ങളിൽ നിന്ന് ആ റോഡുകൾ സഞ്ചാരയോഗ്യമാക്കി നമ്മൾ ഓരോ സ്ഥലങ്ങളിലേക്ക് കടന്നു ചെല്ലുമ്പോഴാണ് ഈ ഉരുൾപൊട്ടലിന്റെ ഭീകരത നമുക്ക് മനസ്സിലാവുന്നത്. 100 കണക്കിന് ഉരുളുകളും മണ്ണിടിച്ചിലുമായി ഇത് നടന്നിരിക്കുന്നു. പല സ്ഥലങ്ങളിലേക്കും ആദ്യമായി കടന്നു എന്നത് സേവാഭാരതിയുടെ പ്രവർത്തകരാണ്. റിക്കവറി നടക്കുന്ന സ്ഥലങ്ങളിൽ നമ്മുടെ സേവന പ്രവർത്തനം, റോഡ്, ഈ വീടുകൾ ഒന്ന് വൃത്തിയാക്കൽ തുടങ്ങിയിട്ടുള്ള പ്രവർത്തനവുമായി അന്ന് ഏകദേശം ഒരു ചിത്രം നമുക്ക് മനസ്സിലായി. അപ്പോഴാണ് ഞങ്ങൾക്ക് ഇതിൻ്റെ 1-2 പേര് കൊണ്ട് ഇത് ശരിയാവുന്ന ഒരു കാര്യമല്ല എന്ന് മനസ്സിലായി. മാസായ ആളുകൾ വന്നാൽ ഇത് നടക്കൂ എന്ന് മനസ്സിലായതിൻ്റെ പശ്ചാത്തലത്തിൽ 19, 24 തീയതികളിൽ നമ്മുടെ ആളുകൾ കൂടുതൽ എത്തുന്നതിന് നമ്മൾ തീരുമാനിക്കുകയും ഒരു വലിയ ശുചീകരണ യജ്ഞം നടത്താനും നമ്മൾ തീരുമാനിച്ചു. അത്രയും ആളുകൾക്ക് വന്ന് ക്യാമ്പ് ചെയ്യാനുള്ള ഒരു സ്ഥലം എവിടെ എന്നുള്ള നമ്മുടെ ചോദ്യത്തിന് നമുക്കെല്ലാവർക്കും അറിയാം. നിരവധി തവണ നിങ്ങൾ കേട്ടതായിരിക്കും. സാലിയമ്മ, അദ്ദേഹത്തെ കൊന്തിയാമണത്തിലെ സാലിയമ്മ നമുക്ക് അതേ ആ വീടും പരിസരവും സേവാഭാരതിക്ക് വിട്ടുതരികയും 35 ദിവസം നമ്മൾ തുടർച്ചയായി അവിടെ പ്രവർത്തിച്ച് വിവിധ പ്രവർത്തനങ്ങൾ നടത്തിയതിൻ്റെ റിപ്പോർട്ടുകൾ നിങ്ങൾ വീഡിയോയിൽ ലൈവായിട്ട് കണ്ടിട്ടുണ്ടാവും. ഈ വീഡിയോ ഇവിടെ പ്രദർശിപ്പവും കണ്ടിട്ടുണ്ടാവുമെന്ന് ഞാൻ കരുതുന്നു. ആ പ്രവർത്തനങ്ങൾക്ക് ശേഷം നമ്മൾ എടുത്ത ഒരു വലിയ ടാസ്ക് ആയിരുന്നു. നമുക്ക് സേവാഭാരതിയെ സംബന്ധിച്ചിടത്തോളം ചോദിച്ചാൽ എന്തുണ്ട് നിങ്ങളുടെ കയ്യിൽ എന്ന് ചോദിച്ചാൽ നമുക്കുള്ളത് 1000-കണക്കിന് നിസ്വാർത്ഥ സേവനം ചെയ്യാൻ പറ്റുന്ന ആളുകളെ, മാൻ പവറാണ് സേവാഭാരതിയുടെ കയ്യിലുള്ളത്. ആ സമയത്ത് സേവാഭാരതിയോട് ചേർന്നുകൊണ്ട് ഇൻഫോസിസ് ഫൗണ്ടേഷൻ, നമ്മൾ പ്രളയത്തിൽ മുങ്ങിപ്പോയവരെ കൈപിടിച്ച് കരയ്ക്ക് കയറ്റിക്കൊണ്ടിരുന്നപ്പോൾ നമ്മളെ സഹായിക്കുവാൻ വേണ്ടിയിട്ട് ഇൻഫോസിസ് ഫൗണ്ടേഷൻ മണി പവറായി എത്തി എന്നത് ആ സമയത്ത് നമുക്ക് മറക്കാൻ കഴിയാത്ത കാര്യമാണ്. ആ സമയത്തുണ്ടായിരുന്ന എല്ലാ പ്രവർത്തനങ്ങൾക്കും നമുക്ക് സാമ്പത്തിക സഹായം ഇൻഫോസിസിനോട് മാത്രമാണ് നമ്മൾ കടപ്പെട്ടിരുന്നത് എന്ന് പറയാൻ കഴിയും. അതിനുശേഷം എടുത്ത 12 വീടുകളുടെ നിർമ്മാണത്തിൽ 4 വീടുകൾ നമ്മൾ ആദ്യം തന്നെ സ്വന്തമായി സ്ഥലമുണ്ടായിരുന്നവർക്ക് നിർമ്മിച്ചു നൽകി. ഇപ്പോൾ ഈ 8 വീടുകൾ, ഒരു 50 സെന്റ് സ്ഥലമാണ് ആദ്യം വാങ്ങിയത്. പിന്നെ അതിന് വഴിക്ക് വേണ്ടിയിട്ട് 4 സെന്റ് വാങ്ങി 54 സെന്റ് സ്ഥലം വാങ്ങി 8 വീടുകളുടെ പണി നമ്മൾ പൂർത്തിയാക്കി. ഇന്ന് താക്കോൽദാനം നടത്തുമ്പോൾ ഇതിൻ്റെ ഒരു പൂർണ്ണതയുണ്ട് എന്നുള്ള ഒരു ആത്മവിശ്വാസവും ഒരു കൃതാർത്ഥതയും ഒക്കെ ഈ നിമിഷം നമുക്കുണ്ട് എന്ന് ഞാൻ പറയുന്നു. ഒരേ ഒരു കാര്യം മാത്രം പറയാനുള്ള, ഒരു അല്പം ഇത് ലാഗ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത്. ഇത് കുറച്ചുകൂടി നേരത്തെ ഇത് നടത്തേണ്ടതായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ നമ്മൾ ഏറ്റെടുത്ത 1-2 കാര്യങ്ങളുണ്ടായിരുന്നു. ഒന്ന്, മെഡിക്കൽ കോളേജ്, കോട്ടയം മെഡിക്കൽ കോളേജിനോട് അനുബന്ധിച്ച് ജില്ലാ സമിതി നേരിട്ട് നടത്തുന്ന ഒരു പ്രവർത്തനമായിരുന്നു. അവിടെ രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും വേണ്ടിയിട്ട് ശബരീശ സേവാനിലയത്തിൻ്റെ നിർമ്മാണം നടക്കുന്ന സമയമാണ്. അതിന് നമുക്ക് ഷിപ്പ്യാർഡിന്റെ സഹായത്തോടെ നമ്മൾ ചെയ്തതാണ്. അതിന്റെ പൂർത്തീകരണം നമ്മുടെ മുമ്പിൽ ഒരു സാമ്പത്തിക തടസ്സമായി നിന്നിരുന്നു. കുറച്ച് ഫണ്ട് കൂടി കളക്ട് ചെയ്യേണ്ട ഒരു സാഹചര്യം നമുക്കുണ്ടായിരുന്നു. അതിന് ശേഷം രണ്ടാമത് നമ്മൾ പറയുമ്പം സുരേഷ് ഗോപി സാറിന്റെ ഒരു അപ്പോയിന്റ്മെന്റ് ഒക്കെ എടുത്ത് ഞങ്ങൾ മുമ്പോട്ട് പോയ സമയത്താണ് വയനാട് ദുരന്തം നമുക്കുണ്ടായത്. വീണ്ടും നമ്മൾ മാറ്റിവെച്ചിട്ടാണ് ഈ ദിവസം തിരഞ്ഞെടുത്തിട്ട്. ഇതിൽ ലാഗ് ചെയ്തതിൽ 2 പേരോടാണ് ഞാൻ ഈ നിമിഷം ജില്ലാ സമിതിയുടെ ജനറൽ സെക്രട്ടറി എന്ന 2 ആളുകളോട് ഞാൻ ക്ഷമ പറയാൻ ഈ അവസരം താമസിച്ചതിന്. ഒന്ന്, ഇതിൻ്റെ ഗുണഭോക്താക്കളായിട്ടുള്ള ആളുകളോട് ലാഗ് ചെയ്തതിനുള്ള ക്ഷമാപണം ഞാൻ നടത്തുകയാണ്. അതോടൊപ്പം ഇൻഫോസിസ് ഫൗണ്ടേഷനോടും എൻ്റെ ജില്ലാ സമിതിയുടെ ഒരു ക്ഷമാപണം നടത്തിക്കൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. നമുക്കിന്ന് ഈ താക്കോൽ ദാനത്തിനായി ഇവിടെ എത്തിയിരിക്കുന്ന വിശിഷ്ടാതിഥി എന്ന് പറയുന്ന ബഹുമാനപ്പെട്ട കേരള ഗവർണർ ശ്രീ രാജേന്ദ്ര വിശ്വനാഥ ആർലേക്കർ അവരുകളാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഒരു അഭിമാനമുണ്ട് ഈ നിമിഷം ഇത് പറയുവാൻ. കാരണം മറ്റൊന്നുമല്ല, എൻ്റെയും അദ്ദേഹത്തിൻ്റെയും ആരാധ്യ ദേവത ഭാരതാംബയാണ് എന്നുള്ളതാണ്. ഹൃദയത്തിൻ്റെ ഭാഷയിൽ ജില്ലാ സമിതിയുടെ പേരിൽ ഇവിടെ കൂടിയിട്ടുള്ള എല്ലാവരുടെയും പേരിൽ സ്വാഗതം ആശംസിക്കുകയാണ്. അതുപോലെ നമുക്കിവിടെ
അധ്യക്ഷപദം അലങ്കരിക്കുന്നത് സേവാഭാരതിയുടെ കോട്ടയം ജില്ലാ അധ്യക്ഷ കൂടി ആയിട്ടുള്ള അഡ്വക്കേറ്റ് രശ്മി ശരത്. രശ്മി ചേച്ചിയെ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. സാന്നിധ്യം കൊണ്ട് സ്വാമിജി എനിക്കാരാണ് എന്ന് ചോദിച്ചാൽ എനിക്ക് ഗുരു ആണ്. സ്വാമിജി എനിക്കൊരു കൂട്ടുകാരനെ പോലെയാണ്. സ്വാമിജി നമുക്ക് എല്ലാമാണ്. വഴൂർ തീർത്ഥപാദ ആശ്രമത്തിൻ്റെ മുഖ്യ കാര്യദർശി സംപൂജ്യ ഗരുഡധ്വജാനന്ദ തീർത്ഥപാദ സ്വാമികളെ ഞാൻ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അതുപോലെ നമുക്ക് ഇനി ആ സ്വാഗതം ആശംസിക്കേണ്ടത് അഡ്വക്കേറ്റ് ഷോൺ ജോർജ്. അദ്ദേഹം നമ്മുടെ ഈ ജില്ലാ പഞ്ചായത്തിൻ ഈ പൂഞ്ഞാർ ഡിവിഷൻ്റെ മെമ്പറാണ്. അദ്ദേഹം ഈ 8 വീടുകളുടെ താക്കോൽ ദാനത്തിനും അദ്ദേഹം എത്തിയിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തെ ഞാൻ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്തുകൊള്ളുകയാണ്. അടുത്തതായി ശ്രീ സുനിൽ ജോസ്. അദ്ദേഹം ഇൻഫോസിസ് ഫൗണ്ടേഷൻ്റെ വൈസ് പ്രസിഡന്റ് ആൻഡ് സെൻട്രൽ ഹെഡ് തിരുവനന്തപുരം. അത് ഈ ഫണ്ട് നമുക്ക് അനുവദിക്കുന്ന സമയത്ത് ഇൻഫോസിസിൻ്റെ സുധാ കൃഷ്ണകുൽ സാർ ആയിരുന്നു ആ സമയത്തുണ്ടായിരുന്നത്. നമ്മുടെ ഈ ഒരു കാര്യം അദ്ദേഹത്തോടുകൂടി പറയണമെന്നുകൂടി പറഞ്ഞുകൊണ്ട് ശ്രീ സുനിൽ ജോസ് സാറിനെ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. നമുക്കിവിടെ സേവാ സന്ദേശത്തിനായി എത്തിച്ചേർന്നിട്ടുള്ളത് ശ്രീ എസ് സുദർശൻജി രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിൻ്റെ ദക്ഷിണ കേരള പ്രാന്ത പ്രചാരകാണ്. സുദർശൻജിയെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇവിടെ സന്നിഹിതരായിരിക്കുന്ന സംഘത്തിൻ്റെയും ഇദ്ദേഹം ഇപ്പം രഞ്ജിത്ത് വിജയഗിരി സാർ, ഡോക്ടർ രഞ്ജിത്ത് വിജയഗിരി നമ്മുടെ സേവാഭാരതിയുടെ സംസ്ഥാന അധ്യക്ഷനാണ്. ഡോക്ടറെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഈ വേദിയിൽ സംഘത്തിൻ്റെയും അതിൻ്റെ വിവിധ ക്ഷേത്രങ്ങളുടെയും വിവിധ ചുമതലക്കാർ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഈ പ്രളയ സമയത്തും ഈ നമ്മോടൊപ്പം സേവന പ്രവർത്തനത്തിൽ പങ്കെടുത്തിട്ടുള്ള നിരവധി ആളുകളുണ്ട്. ഭാരതീയ ജനതാ പാർട്ടിയുടെയൊക്കെ ജില്ലാ ചുമതലകളും സംസ്ഥാന ചുമതലയുള്ള ആളുകളൊക്കെ ഇവിടെ സന്നിഹിതരായിട്ടുണ്ട്. എല്ലാവരെയും ഞാൻ ഒറ്റവാക്കിൽ സ്വാഗതം ആശംസിക്കുകയാണ്. ഈ നിമിഷത്തിന്, ഈ ഒരു ചരിത്ര നിമിഷത്തിന് സാക്ഷിയാകുവാൻ വേണ്ടി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള നല്ലവരായ എല്ലാ എൻ്റെ സഹപ്രവർത്തകരോടും ഈ നല്ലവരായ നാട്ടുകാരോടും ഞാൻ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. ഇതോടൊപ്പം ഈ പ്രോഗ്രാം ഇവിടെ നടത്തുന്നതിന് വേണ്ടി നമുക്ക് ഈ ഗ്രൗണ്ട് അനുവദിച്ചു തന്ന ഈ ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം കൊടുങ്ങ ഭാരവാഹികളോട് ഞാൻ അഗൈതവമായ നന്ദി കൂടി ഈ അവസരത്തിൽ രേഖപ്പെടുത്തുകയാണ്. ഈ ക്ഷേത്രവും അതിൻ്റെ പരിസരവും എന്ത് കാര്യത്തിനും നിങ്ങൾക്ക് ഏറ്റെടുക്കാം, നടത്താമെന്ന് നമ്മുടെ സ്വന്തം ക്ഷേത്രം പോലെ നമുക്ക് വിട്ടുതന്ന ക്ഷേത്ര ഭരണസമിതിയോടുള്ള നന്ദിയും കടപ്പാടും ഞാൻ ഈ അവസരത്തിൽ പറയുകയാണ്. ഇവിടെ ലൈറ്റ് ആൻഡ് സൗണ്ട് ചെയ്യുന്ന ഭാരത് സൗണ്ട്സ് അനുകേട്ടനാണ്. ഭാരത് സൗണ്ട്സിനുള്ള നന്ദിയും കടപ്പാടും ഈ അവസരത്തിൽ അറിയിക്കുന്നു. അതോടൊപ്പം ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള ഒഫീഷ്യൽസ് ആയിട്ടുള്ള എല്ലാ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കും ഈ സ്വാഗതം ആശംസിക്കുകയും കുറേ ദിവസമായി അവരിവിടെ വേണ്ട നമുക്ക് എല്ലാ സഹായവും ചെയ്ത് കൂട്ടുകാരെ പോലെ നമ്മളോട് ഇടപെടുന്നു. വളരെ ചുരുങ്ങിയ സമയങ്ങളിൽ അങ്ങനെ കിട്ടാറുള്ളെങ്കിലും വളരെ സൗഹൃദം. അവരെ എല്ലാവരെയും സ്വാഗതം ചെയ്യുകയും അവർക്ക് നന്ദി രേഖപ്പെടുത്തുകയും ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. അധ്യക്ഷ ഭാഷണം അഡ്വക്കേറ്റ് രശ്മി ശരത്, പ്രസിഡന്റ് ദേശീയ സേവാഭാരതി കോട്ടയം. Advocate Rashmi Sharath, President of Deshya Seva Bharati, Kottayam District, is cordially invited to deliver the presidential address. വേദിയിലും സദസ്സിലുമുള്ള എല്ലാ മഹത് വ്യക്തികൾക്കും നമസ്കാരം. സ്നേഹനികുഞ്ചം 8 വീടുകളുടെ താക്കോൽദാനമാണ് ഇന്നിവിടെ നടക്കാൻ പോകുന്നത്. അതിനായി നമുക്കിവിടെ ലഭിച്ചിട്ടുള്ള വിശിഷ്ട വ്യക്തി
Honorable Governor Sri Rajendra Vishwanath Arlekarji. It's a great honor to have you with us today as our chief guest. നമ്മളെ അനുഗ്രഹിക്കാൻ ഇവിടെ എത്തിയിരിക്കുന്നത് പൂജനീയ സ്വാമി ഗരുഡധ്വജാനന്ദ തീർത്ഥപാദ അവർകളാണ്. കൂടാതെ സേവാഭാരതിയുടെ സ്നേഹ നികുഞ്ചം പദ്ധതി പൂർത്തീകരിക്കാൻ നമ്മോടൊപ്പം കൈകോർത്ത ഇൻഫോസിസ് ഫൗണ്ടേഷന്റെ വൈസ് പ്രസിഡന്റായ സുനിൽ ജോസ് സർ, ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് ശ്രീ ഷോൺ ജോർജ്, സേവാഭാരതിയുടെ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ രഞ്ജിത്ത് വിജയഹരി സർ, സേവാ സന്ദേശം നൽകുന്നതിനായി ഇവിടെ എത്തിയിട്ടുള്ള രാഷ്ട്രീയ സ്വയം സേവക സംഘം ദക്ഷിണ ക്ഷേത്ര പ്രാന്ത പ്രചാരക് ശ്രീ എസ് സുദർശൻ ജി അവർ, സേവാഭാരതിയുടെ സംസ്ഥാന ജില്ലാ യൂണിറ്റ് തല പ്രവർത്തകർ, ഇവിടെ സന്നിധരായിരിക്കുന്ന സംഘപ്രവർത്തകർ, മറ്റ് ക്ഷണിതാക്കൾ, ഇവിടെ വീട് ലഭിക്കുന്ന ഇന്നത്തെ വിശിഷ്ട കുടുംബാംഗങ്ങൾ, അവരുടെ ബന്ധുജനങ്ങൾ, മറ്റു ക്ഷണിതാക്കളെ, നാട്ടുകാരെ, എല്ലാവരോടും ഈ സേവാഭാരതിയുടെ പ്രവർത്തനത്തെ പറ്റി ആർക്കും ഒരു മുഖവരയുടെ ആവശ്യമില്ല. എന്താവശ്യമായാലും, പ്രകൃതിക്ഷോഭമാകട്ടെ, പകർച്ചവ്യാധിയാകട്ടെ, അങ്ങനെ എന്താവശ്യത്തിനും സഹായഹസ്തമായി മുന്നിട്ടിറങ്ങുന്ന സേവാഭാരതി നമ്മൾക്കെല്ലാം സുപരിചിതമാണ്. 2021 ഒക്ടോബർ 16 കൂട്ടിക്കൽ പഞ്ചായത്തിലുണ്ടായ മഹാദുരന്തത്തിൽ ലോകം അറിഞ്ഞ സമയം മുതൽ സേവാഭാരതിയുടെ പ്രവർത്തകർ ഈ ജനങ്ങളോടൊപ്പം ഈ നാട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. പ്രവർത്തനത്തിന് പൂർണ്ണമായും ഈ പ്രവർത്തന സമയത്ത് പൂർണ്ണമായും വീട് നഷ്ടപ്പെട്ടവരെയും ഭാഗികമായി നഷ്ടപ്പെട്ടവരെയും മറ്റ് ഉപകരണങ്ങളും വീട്ടു സാധനങ്ങളും ഉറ്റവരെയും ഉടയവരെയും നഷ്ടപ്പെട്ടവരുമായ പല ആളുകളെയും കണ്ടതിൽ നിന്നും മറ്റ് സഹായങ്ങളൊന്നും ലഭിക്കാതെ വേറെ മാർഗമില്ലാതെ നിന്ന 12 പേരെ നമ്മൾ തിരഞ്ഞെടുക്കുകയാണ് ഉണ്ടായത്. ആ 12 പേർക്കുള്ള വീടുകൾ നമ്മൾ പൂർത്തീകരിക്കുകയും അതിനുവേണ്ടി നമ്മളെ സഹായിച്ചത് ഇൻഫോസിസ് ഫൗണ്ടേഷനാണ്. അവരോടുള്ള നന്ദിയും ഈ സമയത്ത് അറിയിച്ചുകൊള്ളുന്നു. ഇൻഫോസിസിന്റെ സഹായത്തോടു കൂടി തന്നെ നമ്മൾ ആദ്യത്തെ 4 വീടുകളുടെ പദ്ധതി 2023 കാലത്ത് തന്നെ പൂർത്തീകരിച്ചു. എന്നാൽ സ്വന്തമായി വീടില്ലാതിരുന്ന സ്വന്തമായി പേരിൽ സ്ഥലമില്ലാതിരുന്ന 8 കുടുംബാംഗങ്ങൾക്ക് അവരുടെ പേരിൽ തന്നെ സ്ഥലം വാങ്ങിച്ച് അവിടെ വീട് പൂർത്തീകരിക്കുന്നതിന് മുമ്പ് സ്വാഗത പ്രാസംഗികൻ സൂചിപ്പിച്ചതുപോലെ കുറച്ച് കാലതാമസം നേരിട്ടു. എന്നാൽ അതിനെ ഞാനിപ്പോൾ വിലയിരുത്തുന്നത് ഏറ്റവും അനുയോജ്യനായ വ്യക്തിയെ കൊണ്ട് അതിന്റെ താക്കോൽദാനം നിർവഹിക്കാൻ സാധിക്കാൻ വേണ്ടിയാവാം ഈശ്വരൻ ഇങ്ങനെയൊരു താമസം ഇവിടെ നേരിടിച്ചത്. എന്തായാലും ഈ ഒരു അവസരത്തിൽ നമുക്ക് ഈ 8 വീടുകളുടെ താക്കോൽദാനം നൽകുന്നതിനായി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന Honorable Governor, we are blessed to have you here, sir, and this event will be a significant milestone for us. Sir, your presence is truly an inspiration for all of us. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. എല്ലാവർക്കും നമസ്കാരം. ഈ ഭവനം ഇവിടെ ലഭിക്കുന്ന എല്ലാവർക്കും ആശംസയും ഈ അവസരത്തിൽ അറിയിച്ചുകൊണ്ട് ജയ് ഹിന്ദ്. ആശംസകൾ അർപ്പിച്ച് സംസാരിക്കുന്നതിന് വേണ്ടി കോട്ടയം ജില്ലാ പഞ്ചായത്ത് മെമ്പർ അഡ്വക്കേറ്റ് ഷോൺ ജോർജിനെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. We welcome Advocate Sean George, Kottayam District Panchayat member, to offer felicitations and share his thoughts. ഏറെ ബഹുമാനപ്പെട്ട ഈ യോഗത്തിൻ്റെ അധ്യക്ഷ അഡ്വക്കേറ്റ് രശ്മി ശരത്, ഇന്ന് സാന്നിധ്യം കൊണ്ട് ഇന്ന് ഈ കൂട്ടിക്കൽ എന്ന കൊച്ചു ഗ്രാമത്തെ അനുഗ്രഹിച്ച ഏറെ ബഹുമാനപ്പെട്ട നമ്മുടെ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ അവർ, ഇവിടെ സന്നിഹിതരായിട്ടുള്ള ഏറെ ബഹുമാനപ്പെട്ട എസ് സുദർശൻ ജി, ബ്രഹ്മശ്രീ ഗുരുജി, ഡോക്ടർ രഞ്ജിത്ത് വിജയഹരി, ഏറെ ബഹുമാനപ്പെട്ട ഇൻഫോസിസിൻ്റെ വൈസ് ചെയർമാൻ സുനിൽ ജോസ്, ഇവിടെ സന്നിഹിതരായിരിക്കുന്ന സേവാഭാരതിയുടെയും ഇതര സംഘടനകളുടെയും നേതാക്കളെ, സഹപ്രവർത്തകരെ, സുഹൃത്തുക്കളെ, സ്വാഗത പ്രാസംഗികൻ സൂചിപ്പിച്ച പോലെ ഏറെ അഭിമാനത്തോടു കൂടിയാണ് ഞാനിവിടെ നിൽക്കുന്നത്. ഈ വീടുകളുടെ തറക്കടിയിൽ ചടങ്ങിൽ പങ്കെടുക്കുവാനും
അതിൻ്റെ താക്കോൽദാന ചടങ്ങിലും പങ്കെടുക്കുവാനും ഒരേപോലെ അവസരം ലഭിച്ച എന്ന വ്യക്തി എന്നതിൽ ഞാൻ ഏറെ സന്തോഷവാനാണ്. ഞാനൊരു ജനപ്രതിനിധി എന്ന നിലയിൽ ഒരു കാര്യം കൂടെ സൂചിപ്പിക്കാതെ കടന്നു പോകാൻ കഴിയില്ല. ബഹുമാനപ്പെട്ട ഗവർണറോട് as an elected representative of this place, I am thankful, and I will take this privilege to thank you for visiting our small village. I think you are the first governor to visit our small village. ഈ നാട്ടിലേക്ക് കടന്നു വരുവാൻ അദ്ദേഹം ചുമതല ഏറ്റെടുത്ത് വളരെ നിസ്സാര കാലഘട്ടത്തിനുള്ളിൽ തന്നെ നമ്മുടെ ഈ കൊച്ചു ഗ്രാമത്തെ തേടിയെത്താൻ അദ്ദേഹം കാണിച്ച വലിയ മനസ്സിന് ഒരു ജനപ്രതിനിധി എന്ന നിലയിലുള്ള വലിയ നന്ദിയും സ്നേഹവും കടപ്പാടും അറിയിച്ചുകൊണ്ട് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഈ പ്രൗഢഗംഭീരമായ സദസ്സിൽ കൂടുതൽ കാര്യങ്ങളൊന്നും പറയാനില്ല. ഞാൻ ഈ ദുരന്തം നടന്ന് മണിക്കൂറുകൾക്കകം എത്തിയ ഒരു വ്യക്തിയാണ് ഞാനിവിടെ. ഈ നാട്ടിൽ എല്ലാ സംഘടനകളും ഏറ്റവും സജീവമായി അന്ന് രക്ഷാപ്രവർത്തനത്തിന് രാഷ്ട്രീയ സംഘടനകൾ, സാമുദായിക സംഘടനകൾ, പാർട്ടികൾ, രാഷ്ട്രീയ പാർട്ടികളെല്ലാം ഇവിടെ ഉണ്ടായിരുന്നു. പക്ഷെ അന്നു മുതൽ ഇന്ന് വരെയും ഈ നാട് വിട്ടു പോകാതെ ആ സേവനം തുടരുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം, ഇന്നും ആ പ്രക്രിയ തുടർന്നുകൊണ്ടിരിക്കുന്ന പ്രസ്ഥാനം സേവാഭാരതിയാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. ആഴ്ചകളോളം സേവാഭാരതി ഇവിടെ ഉണ്ടായിരുന്നു. ഇവിടെ മാത്രമല്ല, ഇത് കൂടാതെ 4 വീടുകൾ സേവാഭാരതി നിർമ്മിച്ചു നൽകി. മാത്രമല്ല, കുട്ടികൾക്ക് പുസ്തകം ഉൾപ്പെടെ ഈ നാടിനെ തിരികെ കരകയറ്റുവാൻ ഇപ്പോഴും സർക്കാർ സംവിധാനങ്ങൾക്ക് അപ്പുറത്ത് ഇപ്പോഴും ഈ 4 വർഷം കഴിഞ്ഞിട്ടും പൂർണ്ണമായും ഈ നാടിനെ തിരികെ പഴയ പൂർവ്വസ്ഥിതിയിലേക്ക് എത്തിക്കുവാൻ സർക്കാർ സംവിധാനങ്ങൾക്ക് പോലും കഴിഞ്ഞിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഇനിയും പൂർത്തീകരിക്കാൻ ധാരാളമുണ്ട്. ആ വിഷയത്തിലേക്കൊന്നും ഞാൻ കിടക്കുന്നില്ല, കാരണം സർക്കാരിന്റെ തലവർ ഇവിടെ ഇരിക്കുമ്പോൾ ഞാനത് പറയുന്നത് ശരിയാണ്. എങ്കിൽ പോലും ഇവിടെ ഒരു പറ്റ കാര്യങ്ങൾ സേവാഭാരതി ചെയ്തു. ഈ നാടിനൊപ്പം നിൽക്കാൻ സേവാഭാരതിക്ക് കഴിഞ്ഞു. നന്മയാണ് സേവാഭാരതി, സേവനമാണ് സേവാഭാരതി, ഈ നാടിന്റെ ഐശ്വര്യമാണ് സേവാഭാരതി. നന്ദി, നമസ്കാരം. താങ്ക് യു സർ. ആശംസകൾ അർപ്പിച്ച് സംസാരിക്കുന്നതിനായി ഇൻഫോസിസ് വൈസ് പ്രസിഡന്റും തിരുവനന്തപുരം മേധാവിയുമായിട്ടുള്ള ശ്രീ സുനിൽ ജോസിനെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. We heartily invite Sri Sunil Jose, Infosys Vice President and Thiruvananthapuram Center Head, to greet and address the gathering. His Excellency the Governor of Kerala, Sri Rajendra Arlekar, dignitaries on the dais and off the dais, ladies and gentlemen. First of all, let me thank the organizers of this event for having remembered us and given me an opportunity to be present here for this auspicious occasion. As you probably know, Infosys Foundation is a non-profit organization which is working in the areas of education, healthcare, women empowerment and environmental sustainability. We have been in operation since 1996, and we actually fulfill the corporate social responsibility of Infosys Limited, and we operate across the country and even across the world. Wherever we have an operation, we are very active. We participate in a lot of activities. We spend a lot of time as well as money to make sure that the poor and the downtrodden is supported. And a lot of activities we do is actually to where support can be provided to a large cross section of people, the people who are below the poverty line or people who are in definite need. So that's what we do, and I'm very proud and happy to see that Seva is able to complete 12 houses here out of that 8 after buying land and building them. I saw the photographs, I saw the video. It's basically a really commendable activity, and I really salute and congratulate Seva on this mission, and I wish everybody all the success and more success in the activities in the coming years. Thank you. Thank you, sir. ആശംസകൾ നേരുന്നു. ഡോക്ടർ രഞ്ജിത്ത് വിജയഹരി, പ്രസിഡന്റ്, ദേശീയ സേവാഭാരതി കേരള. We invite Dr. Ranjit Vijayhari, President, Deshiya Seva Bharati, Kerala, for greetings. സമാധാരണീയനായ നമുക്ക് ഏവർക്കും ഏറെ പ്രിയങ്കരനായ RV അർലേക്കർജി, കേരള ഗവർണർ, സേവാഭാരതിയുടെ കോട്ടയം ജില്ലാ അധ്യക്ഷ രശ്മി ചേച്ചി, വേദിയിലും സദസ്സിലുമുള്ള
മറ്റ് ഗുരുജനങ്ങളെ, ഈ നാട്ടിലെ നല്ലവരായ നാട്ടുകാരെ, എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. സ്നേഹ നികുഞ്ചം എന്ന ഈ ഒരു പദ്ധതിയുടെ ഭാഗമായി ഇന്നിവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും സംസ്ഥാന സേവാഭാരതി അധ്യക്ഷൻ എന്നുള്ള നിലയിൽ ചെറിയ കുറച്ച് കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നു. സംസ്ഥാന വ്യാപകമായി സേവാഭാരതിയുടെ പ്രവർത്തനം 80കളിൽ ആരംഭിച്ച് ഇന്ന് ഏകദേശം കേരളത്തിൽ 1000-ൽ പരം യൂണിറ്റുകളായി നമ്മുടെ പ്രവർത്തനം വ്യാപിച്ചു കിടക്കുകയാണ്. ഇന്ന് സേവാഭാരതി സേവന മേഖലയിൽ ആരുടെ മനസ്സിലും ആദ്യം കടന്നു വരുന്ന ഒരു പേരായി മാറിയിരിക്കുകയാണ്. അതിന് കാരണമായത് നമ്മുടെ നിസ്വാർത്ഥ സേവനവും പ്രവർത്തനത്തിനുള്ള സുതാര്യതയും ആത്മാർത്ഥതയും എല്ലാമാണ്. നിസ്വാർത്ഥ സേവനം എന്ന് പറയുമ്പോൾ ഈ പ്രകൃതി ദുരന്തങ്ങളിലും കെടുതികളിലും ആപത്തിൽപ്പെട്ടവരെ രക്ഷപ്പെടുത്താൻ ജീവൻ പോലും ത്യാഗം ചെയ്ത് പ്രവർത്തിച്ച പ്രവർത്തകരുടെ ഒരു സംഘടനയാണ് സേവാഭാരതി. ഇൻഫോസിസ്, ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷൻ തുടങ്ങിയ അനേകം കോർപ്പറേറ്റ് കമ്പനികൾ നമ്മുടെ ഈ ക്വാളിറ്റികളെ, സുതാര്യത, സത്യസന്ധത, സമയബന്ധിതമായി ഈ പ്രവർത്തനങ്ങൾ നിറവേറ്റാനായിട്ടുള്ള കഴിവുകൾ, ഇതെല്ലാം മുൻനിർത്തിയാണ് ഈ പ്രവർത്തനങ്ങളിൽ അവര് നമ്മളെ ചുമതല ഏൽപ്പിക്കുന്നതും ഇത്തരത്തിൽ അനേകം ജനങ്ങൾക്ക് ഫലം ചെയ്യുന്ന പ്രവൃത്തികളിൽ സേവാഭാരതിയെ തിരഞ്ഞെടുക്കുന്നതും. ഇന്ന് ആരോഗ്യം, സാമാജികം, വിദ്യാഭ്യാസം, ആപത് സേവ, സ്വാവലംബനം തുടങ്ങിയ അനേകം ആയാം അടിസ്ഥാനത്തിലുള്ള പ്രവർത്തനങ്ങളാണ് സേവാഭാരതി കേരളത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ പ്രദേശത്തുള്ള പ്രകൃതി ദുരന്തം കഴിഞ്ഞ് കേരളം ജീവിച്ചു വരുമ്പോഴത്തേക്കും തന്നെയാണ് ഈ വയനാടുള്ള ഇതിൽ നിന്നും ഭയാനകമായ ഒരു പ്രകൃതി ദുരന്തം നമ്മളെ അലട്ടിയത്. അപ്പൊ അതിലും സേവാഭാരതിയുടെ പ്രവർത്തനം ഏറ്റവും ശ്രദ്ധിക്കപ്പെട്ടതായിരുന്നു. ഇന്നും ആ പ്രവർത്തനത്തിന്റെ പിറകിലാണ് നമ്മുടെ പ്രവർത്തകർ. ഏകദേശം 4.5 ഏക്കറോളം സ്ഥലം വയനാട് നമ്മൾ ഈ സേവന പ്രവർത്തനങ്ങൾക്കായി വാങ്ങുകയുണ്ടായി. അവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടി അനേകം പ്രവർത്തനങ്ങൾ സേവാഭാരതി നടത്തി വരുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള എല്ലാ പ്രവർത്തനങ്ങളിലും നമ്മുടെ കൂടെ നിന്നിട്ടുള്ളത് ഈ ഇന്ന് ഇൻഫോസിസ് ഫൗണ്ടേഷൻ പോലുള്ള സംഘടനകളാണ്. അപ്പൊ ജനങ്ങളുടെ കൂടെ നിന്ന് സേവാഭാരതി ഈ പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ അതിന്റെ ഭാഗമായി ഇത്തരത്തിലുള്ള കോർപ്പറേറ്റ് കമ്പനികളും വരുന്നത് നമ്മൾക്ക് വലിയൊരു ബലമാണ്. സേവാഭാരതിയുടെ സംഘത്തിന്റെയും പ്രവർത്തനത്തിന്റെ മികവിനോടൊപ്പം സാമ്പത്തികം, മറ്റുള്ള ഇൻഫ്രാസ്ട്രക്ചർ, അത്തരത്തിലുള്ള എല്ലാ സഹായങ്ങളും ഇത്തരത്തിലുള്ള കമ്പനികളും കൂടി നൽകുമ്പോഴാണ് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ പൂർണ്ണമാകുന്നത്. ഇത്തരത്തിലുള്ള എല്ലാ പ്രവർത്തനങ്ങളിലും തുടർന്നും ഇൻഫോസിസ് ഫൗണ്ടേഷൻ പോലുള്ള മറ്റ് സംഘടനകളും എല്ലാവരും ജനങ്ങളോടൊപ്പം ചേർന്ന് നിന്ന്, നമ്മുടെ പ്രവർത്തകരോടൊപ്പം തോളോട് തോട് ചേർന്ന് നിന്ന് പ്രവർത്തിച്ച് ഈ കഷ്ടത അനുഭവിക്കുന്ന ഓരോ വ്യക്തിയുടെയും വിഷമങ്ങൾ മാറ്റുന്നത് വരെ നമ്മുടെ പ്രവർത്തനങ്ങൾ നമ്മൾ തുടരുക തന്നെ ചെയ്യും. ആദരണീയനായ ഗവർണർ അദ്ദേഹത്തിന്റെ വാക്കുകൾ കേൾക്കാൻ നമ്മൾ ഏവരും കാതോർത്തിരിക്കുകയാണ്. ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. Thank you, sir. Now we warmly welcome Shri S. Sudarshan Ji, RSS Dakshina Pranta Pracharak, to deliver the message of service. സേവാ സന്ദേശം ശ്രീ എസ് സുദർശൻ ജി, രാഷ്ട്രീയ സ്വയം സേവക സംഘം ദക്ഷിണ കേരളം പ്രാന്ത പ്രചാരക്. പരമപൂജനീയനായ ഗരുഡാനന്ദ സ്വാമിജി,
ബഹുമാന്യനായ കേരള ഗവർണർ രാജേന്ദ്ര ആർലേക്കർ സാർ, നമ്മുടെ യോഗത്തിൻ്റെ അധ്യക്ഷ അഡ്വക്കേറ്റ് രശ്മി ശരത് അവർ, നമ്മുടെ ജില്ലാ പഞ്ചായത്തിൻ്റെ ആദരണീയനായ അഡ്വക്കേറ്റ് ഷോൺ ജോർജ് അവർ, ഈ പദ്ധതിക്ക് എല്ലാ അർത്ഥത്തിലും നമ്മോടൊപ്പം സഹകരിച്ച ഇൻഫോസിസിൻ്റെ വൈസ് പ്രസിഡന്റ് ശ്രീമാൻ സുനിൽ ജോസ് സാർ, സേവാഭാരതിയുടെ അധ്യക്ഷൻ ഡോക്ടർ രഞ്ജിത്ത് ഹരി സാർ, മറ്റ് ബഹുമാന്യരായ നാട്ടുകാരെ, അമ്മമാരെ, സഹോദരിമാരെ, എല്ലാവർക്കും നമസ്കാരം. നാം സത്യത്തിലൊരു ഭവ്യവും പവിത്രവുമായ ഒരു ചടങ്ങിന് സാക്ഷ്യം വഹിക്കുകയാണ്. ത്യാഗത്തിൻ്റെയും സേവനത്തിൻ്റെയും സമർപ്പണത്തിൻ്റെയും ഇഴകൾ കൊണ്ട് നെയ്തെടുത്തതാണ് ഈ ഭവനം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ത്യാഗവും സേവനവുമാണ് നമ്മുടെ ഭാരതത്തിൻ്റെ മുഖമുദ്ര എന്ന് വിവേകാനന്ദ സ്വാമികൾ ഓർമ്മിപ്പിച്ചിട്ടുണ്ട്. ഈ ത്യാഗവും സേവനവും ഒക്കെ എവിടെ നിന്നാണ് ഉണ്ടാകുന്നത് എന്ന് നോക്കുമ്പോൾ അത് സംവേദനയിൽ നിന്നാണ് ഉണ്ടാകുന്നത്. അങ്ങനൊരു വാക്കുണ്ട്. നമ്മൾ വേദന നമുക്ക് എല്ലാവർക്കും പരിചിതമായൊരു വാക്കാണ്. സംവേദന എന്ന് പറയുമ്പോൾ മറ്റുള്ളവരുടെ വേദന നമുക്ക് വേദനയായി അനുഭവപ്പെടുമ്പോൾ അത് സംവേദനയാകും. ഒരുപക്ഷെ ഈ കുട്ടികൾ കണ്ടിട്ട് പോലുമില്ലാത്ത ആൾക്കാർ ആ സമയത്ത് നമ്മൾ വീഡിയോയിൽ കണ്ടു. ഞാനിവിടെ നമ്മുടെ അന്ന് തന്നെ ഈ വിവരങ്ങൾ അറിഞ്ഞിരുന്നു, അന്ന് തന്നെ മനസ്സിലാക്കിയിട്ടുണ്ട്. എവിടെ നിന്നൊക്കെയോ ഓടി വന്നു ഇവിടുത്തെ ഈ പ്രദേശത്തെ ആൾക്കാർ രക്ഷിക്കാൻ. അത് സംവേദനയാണ്. ഇവിടുത്തെ ആൾക്കാരെ കണ്ടിട്ടില്ല, അവരുടെ ബന്ധുക്കളില്ല, ഈ പ്രദേശത്ത് പോലും വന്നിട്ടില്ല. പക്ഷെ നമ്മുടെ ദർശനം അതാണ് നമ്മെ പഠിപ്പിച്ചിരിക്കുന്നത്. നമ്മുടെ ഭാരതീയ ദർശനം മുന്നോട്ട് വയ്ക്കുന്നത് ഈ പ്രപഞ്ചത്തിലുള്ളതെല്ലാം ഒരേ ചൈതന്യത്തിൻ്റെ അംശമാണ് എന്നുള്ളതാണ്. ആ ദർശനത്തിൽ നിന്നാണ് ലോക സമസ്ത സുഖിനോ ഭവന്തു. ഇതിൽ പറഞ്ഞ സോഷ്യലിസം ഉണ്ട്. എത്രയോ സോഷ്യലിസം എത്രയോ മേലെയാണ് ലോകത്തിലെ സർവ്വതും. അത് ചരങ്ങളും അചരങ്ങളും ഉൾപ്പെടെ മനുഷ്യ സുഖിനോ ഭവന്തു എന്നൊന്നുമല്ല, സകലതും സുഖമായിരിക്കട്ടെ. നമ്മുടെ പൂർവികന്മാർ നമ്മെ പഠിപ്പിച്ചു ഈ വസുദൈവ കുടുംബകം. ഇതൊരു ഉദാത്തമായൊരു ഭാവനയാണ്. ഈ ലോകം തന്നെ ഒരു കുടുംബമാണ്. എത്ര വിശ്വം ഭവത്യേക നീളം, ഒരു പക്ഷിക്കൂട് പോലെ എന്നൊക്കെ നമ്മുടെ ആചാര്യന്മാർ നമ്മെ പഠിപ്പിച്ചു. എത്രയോ യുഗങ്ങൾക്ക് മുമ്പ് നമ്മുടെ ആചാര്യന്മാർ നമ്മെ പഠിപ്പിച്ചു മാതാഭൂമി പുത്രഹം പൃഥിവ്യാം എന്നാണ്. ഈ ഭൂമിയിലുള്ളവരെല്ലാം, ഈ ഭൂമി നമ്മുടെ അമ്മയാണ്, നമ്മളെല്ലാം അതിൻ്റെ സന്താനങ്ങളാണ്. ഇന്നിപ്പോൾ സാറോട് ഇരിക്കുകയാണ്. ഞാനിപ്പോൾ ചിലർക്കൊക്കെ ഇന്നിപ്പം മാതാവെന്നൊക്കെ പറയാൻ ചില ബുദ്ധിമുട്ടുകളൊക്കെ നമ്മൾ കേൾക്കുന്നു. അതിരിക്കട്ടെ. എന്തായാലും ഈ ഒരു ഉദാത്തമായ ഭാവനയിൽ നിന്നാണ് നമ്മുടെ ഈ സംവേദന ഉടലെടുക്കുന്നത്. അവനവൻ ആത്മസുഖത്തിനാചരിക്കുന്നവ അപരന് സുഖത്തിനായി വരണം. ശ്രീനാരായണ ഗുരു ഓർമ്മിപ്പിച്ചു. കുമാരനാശാൻ വളരെ മനോഹരമായി അദ്ദേഹത്തിന്റെ 2 വരികളിലൂടെ പറഞ്ഞിരിക്കുന്നു. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് മറ്റുള്ളവർക്ക്, അദ്ദേഹത്തിന്റെ വരികള് അന്യജീവൻ ഉതകി സ്വജീവിതം ധന്യമാക്കും അമലേ വിവേകികൾ എന്നുള്ളതാണ്. നമ്മുടെ ഈ പുരാണങ്ങളും ഇതിഹാസങ്ങളും ഈ ഭാരതത്തിന്റെ എല്ലാ ദർശനങ്ങളും അതിന്റെ സാരാംശം ഇതാണ്. അന്യജീവൻ ഉതകി സ്വജീവിതം ധന്യമാക്കും അമലേ വിവേകികൾ എന്ന് പറയും. ഇതിനൊക്കെ എത്രയോ കഥകൾ, അങ്ങനെയൊക്കെ കഥകൾ പാടി പന്തലിച്ച അല്ലെങ്കിൽ പാടി പഠിച്ച മണ്ണാണ് നമ്മുടെ ഭാരത മണ്ണ്. അതിൽ നിന്നാണ് നേരത്തെ സൂചിപ്പിച്ച ഈ സംവേദന. നമ്മുടെ രാഷ്ട്രീയ സ്വയംസേവക സംഘം ഈ ദർശനത്തിന്റെ ശാക്തീകരണത്തിന് വേണ്ടി പ്രവർത്തിക്കും.
രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിന്റെ സ്ഥാപന കാലഘട്ടമുണ്ട്. സംഘത്തിന്റെ സ്ഥാപകൻ തന്നെ അദ്ദേഹത്തിന്റെ ജീവിതകാലത്ത് അന്ന് പ്രളയം ഉണ്ടായ സന്ദർഭങ്ങളിലും പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടായ സമയത്തും അദ്ദേഹം തന്നെ നേരിട്ട് ഓടിയെത്തിയ അനേകം സംഭവങ്ങളുണ്ട്. നമ്മുടെ രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിന്റെ ചരിത്രം നമ്മളിവിടെ ഇരിക്കുന്ന ആൾക്കാരോട് വിശേഷിച്ച് പറയേണ്ടതില്ല. രാഷ്ട്രീയ സ്വയംസേവക സംഘം ഈ ഭാരതത്തിൽ ഏതൊക്കെ സന്ദർഭങ്ങളിൽ പ്രയാസങ്ങൾ ഉണ്ടായിട്ടുണ്ടോ അവിടെയൊക്കെ സംഘത്തിന്റെ പ്രവർത്തകന്മാർ ഓടിയെത്തി തങ്ങളാൽ കഴിയുന്ന വിധം ചെയ്തിട്ടുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. അങ്ങനെ ഒരു പാരമ്പര്യമുണ്ട്. ഇപ്പോൾ ഇവിടെയും അതുപോലെ തന്നെയാണ്. ഞാൻ ഇന്നിവിടെ നമ്മുടെ സേവാഭാരതിയുടെ സംഘടനാ സെക്രട്ടറിയോട് ചോദിച്ചു. അന്ന് ടെലഫോൺ വഴിയൊക്കെ സംസാരിച്ചിരുന്നു കാര്യങ്ങൾ. പക്ഷെ ഇന്ന് ഒന്നുകൂടെ ഓർമ്മിച്ചു. അന്ന് ഇവിടെ ആദ്യം ഓടിയെത്തിയത് സംഘത്തിന്റെ പ്രവർത്തകന്മാരാണ്. എന്തായാലും അങ്ങനെ ഒരു പാരമ്പര്യം നമുക്ക് എല്ലാവർക്കും ഈ സന്ദർഭത്തിൽ ഇനിയും ഇവിടെ ഒരു പാർപ്പിടം ആയതുകൊണ്ട് മാത്രമാകുന്നില്ല, അവരുടെ ജീവിതം കരുപിടിപ്പിക്കുന്നതിന് നമുക്കിനിയും നമ്മളാൽ കഴിയുന്ന വിധം എല്ലാവിധ സഹകരണങ്ങളും ഉറപ്പാക്കാൻ നമുക്ക് ഏവർക്കും സാധിക്കണം. നമ്മുടെ ഭഗവത്ഗീത പറയുന്നത് പോലെ പരസ്പരം ഭാവയന്തഃ, പരസ്പരം പരസ്പരം ശ്രേയ പരമവാപ്സ്യത എന്ന് പറയും. നമ്മുടെ ഈ നാട് ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ പരസ്പരം സഹകരിച്ചുകൊണ്ട് ഒരു ആളും നിരാലംബരാണ്, എനിക്ക് അനാഥരാണ്, നിരാലംബരാണ് എന്ന് വന്നുകൂടാ. നമുക്കെല്ലാവർക്കും പരസ്പരം സഹകരിച്ചുകൊണ്ട് നമുക്ക് ഈ നാടിനെ ആ ജഗദംബയാക്കാനുള്ള ആ പരിശ്രമത്തിൽ നമുക്ക് ഏർപ്പെടാം. ജഗദീശന്റെ കൃപ എല്ലായ്പ്പോഴും ഇത്തരം ഈ ഭവ്യമായ ഈ കാര്യങ്ങളിൽ ഉണ്ടാകും. ജഗദീശന്റെ കൃപയ്ക്കായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. നമസ്കാരം. We are much grateful, sir. Sneha Nigunjam, Abode of Love. One Seva Bharati, one of the dominant service organizations in India, embarks on another glorious moment in its journey. When national disasters struck Kerala, one after another, Seva Bharati stood by the people as a pillar of support. Seva Bharati's effort to bring the villagers back to normal life after the devastating landslides in Kotikal and Kokayar on October 16, 2021 are now complete with the dedication of Sneha Nigunjams. These homes are not just shelters but a testament to the organization's commitment, care and love. This Sneha Nigunjam is a shining example of selfless service and dedication. The Infosys Foundation, which has been instrumental in making India's IT sector shine globally, has also been upholding a great service culture. With their financial support, this project has become a reality. Every grain of sand in these homes reflects the spirit of love, sacrifice and dedication. On this special occasion, we are blessed by the esteemed presence of Brahmasri Garuda Trajananda Tirthapada. We honor the various individuals and organizational representatives who extended their helping hands during the construction of Sneha Nigunjam. സ്നേഹനികുഞ്ചങ്ങളുടെ നിർമ്മാണ ഘട്ടത്തിൽ സഹായഹസ്തങ്ങൾ നീട്ടിയ വിവിധ വ്യക്തികളെ, സംഘടനാ പ്രതിനിധികളെ എന്നിവരെ ആദരിക്കുന്ന ശ്രേഷ്ഠമായ ചടങ്ങ് ഇവിടെ ഇപ്പോൾ നടക്കുന്നു. ഭാരതത്തിലെ ഏറ്റവും വലിയ തൊഴിലാളി പ്രസ്ഥാനമായ ഭാരതീയ മസ്ദൂർ സംഘിന്റെ സേവനം സ്തുത്യർഹമാണ്. അതിലെ ഓരോ തൊഴിലാളികളെയും നിറഞ്ഞ മനസ്സോടെ നന്ദിപൂർവ്വം സ്മരിച്ചുകൊണ്ട് ഓരോരുത്തർക്കും വേണ്ടി അവരുടെ പ്രതിനിധിയായി ആദരവ് ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി ഭാരതീയ മസ്ദൂർ സംഘ് ജില്ലാ ജനറൽ സെക്രട്ടറി ശ്രീ PR രാജീവ് അവരുകളെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. ആദരവ് നൽകുന്നത് ഏറ്റവും ബഹുമാന്യനായ സംപൂജ്യ ഗരുഡധ്വജാനന്ദ തീർത്ഥപാദാശ്രമം കാര്യദർശി വാഴൂർ സ്വാമിജിയെ ഏറ്റവും ആദരവോടുകൂടി ക്ഷണിച്ചുകൊള്ളുന്നു. Service of Bharatiya Mazdoor Sangh, India's largest labor organization, is commendable in their irreplaceable service.
With heartfelt gratitude, we remember each and every worker. To represent them and accept this honor on their behalf, we invite District General Secretary P. Rajiv to accept the honor. ലാഭേച്ഛ നോക്കാതെ ഈ ഭവനങ്ങളുടെ കരാർ ഏറ്റെടുത്ത ശ്രീ പ്രമോദ് അവറുകളെ ആദരിക്കുന്നതിനും ആദരവ് ഏറ്റുവാങ്ങുന്നതിനു വേണ്ടിയും മാന്യ സുദർശൻ ജിയെയും പ്രമോദ് അവറുകളെയും ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. We heartily invite Shri Pramod S. Nair, builder, who undertook the contract for these homes without profit motive, and we invite Shri Sudarshan Ji to bestow this honor upon him. സേവാഭാരതിയുടെ സേവന പ്രവർത്തനങ്ങളിൽ എന്നും ചേർന്ന് നിൽക്കുന്ന ഇൻഫോസിസ് ഫൗണ്ടേഷനെ ആദരപൂർവ്വം സ്മരിക്കുന്നു. ഇൻഫോസിസിന് വേണ്ടി ആദരവ് ഏറ്റുവാങ്ങാൻ ഇൻഫോസിസ് പ്രതിനിധി ശ്രീ സുനിൽ ജോസിനെയും ആദരവ് നൽകുന്നതിന് വേണ്ടി ഡോക്ടർ രഞ്ജിത്ത് വിജയഹരി, പ്രസിഡന്റ് ദേശീയ സേവാഭാരതി കേരളം, ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. We respectfully acknowledge the consistent support of Infosys Foundation to Seva Bharati's service initiatives. Let's welcome Shri Sunil Jose, Vice President of Infosys and Head of Thiruvananthapuram Center, to accept the honor on behalf of Infosys Foundation. അടുത്തതായി ഈ ചടങ്ങിലെ ഏറ്റവും ധന്യമായ മുഹൂർത്തം, സ്നേഹനികുഞ്ചങ്ങളുടെ താക്കോൽദാനം. സേവാഭാരതി നിർമ്മിച്ച സ്നേഹനികുഞ്ചങ്ങളുടെ താക്കോൽ സ്വീകരിക്കുന്നതിനായി ഗുണഭോക്താക്കൾ പേര് വിളിക്കുന്ന ക്രമത്തിനനുസരിച്ച് ബഹുമാനപ്പെട്ട ഗവർണറിൽ നിന്നും സ്വീകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ബഹുമാനപ്പെട്ട ഗവർണർ ശ്രീ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കറെ ഏറ്റവും ആദരവോടുകൂടി ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. The auspicious moment of the ceremony has arrived. Honorable Governor of Kerala, Sri Rajendra Arlekar, will graciously hand over the keys to the Seva Nikunjams. Beneficiaries of the Seva Nikunjams are requested to receive the keys as per the order of their names being called. ഗുണഭോക്താക്കളുടെ പേരുകൾ യഥാക്രമം ശ്രീ സുഗതൻ KK, ശ്രീമതി സുമതി സുരേന്ദ്രൻ, ശ്രീമതി സുമതി സുരേന്ദ്രൻ, ശ്രീ സുമേഷ് NT, TD Shaji, ശ്രീ PD ഷാജി, Srimati Radha Babu, Shri Rajiv PC,
ശ്രീമതി ശാന്തി പ്രസാദ്. ശ്രീമതി പ്രിയങ്ക കെ ജി. Thank you, sir. Now we respectfully invite you to accept the token of love and gesture of appreciation from Seva Bharati. ബഹുമാനപ്പെട്ട കേരള ഗവർണർക്ക് ദേശീയ സേവാഭാരതി കോട്ടയത്തിന്റെ സ്നേഹാദരവുകൾ അറിയിച്ചുകൊണ്ട് സ്നേഹോപഹാരം നൽകുന്നു. ദേശീയ സേവാഭാരതി കോട്ടയം ജനറൽ സെക്രട്ടറി ശ്രീ കെ ജി രാജേഷ്, പ്രസിഡന്റ് അഡ്വക്കേറ്റ് രശ്മി ശരത്. Sir, now we cordially invite you to deliver the keynote address. ബഹുമാനപ്പെട്ട കേരള ഗവർണർ ശ്രീ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ മുഖ്യപ്രഭാഷണം. Namaskaram. I have to speak in English. I don't understand Malayalam. And some of you don't understand Hindi. So I chose between these two and I decided to speak in English. Please forgive me for this. On the dais here for this a different function of providing houses to the needy persons, needy people. We have amongst us Param Adaraniya Swamiji, Sampujya Swami Garuda Dhwajananda ji. We have amongst us Pranta Pracharak Maniniya Sudarshan ji, President of Deshiya Seva Bharati Kerala, Dr. Ranjit Vijayahari, Vice President of Infosys, who has helped us to get these houses to rehabilitate the people, Shri Sunil Jose, District Panchayat member of the Kottayam Jilla Parishad, Advocate Sean George, President of Kottayam Deshiya Seva Samiti, Seva Bharati, Advocate Rashmi ji, General Secretary of Deshiya Seva Bharati Kottayam, Shri K G Rajesh ji, all distinguished persons sitting in the audience, Sahodari Mare, Namaskaram. I must apologize for having come here who have contributed. They deserve great applause. They deserve our great namaskaram from us. Because service is always there in our minds, in our hearts. But some support is needed.
from the other people. I always believe that every work there has to be people's participation, public participation, and that what can be done by the participation of people or the public participation, that we have seen this. 12 houses have been given to the needy people who have been affected by the rains and the landslides. 12 houses. They are converted into homes, not houses. They are no more houses. They are now homes. Because the people to whom we have given these houses and the keys are going to stay there. And as soon as we stay there, house becomes a home. It becomes a graha, ghara. That graha is very much important in our society, in our life. Everybody dreams of it. And today, because of the people's participation, people's support and corporate support, Seva Bharati could do something. Seva Bharati has been doing such jobs, such works throughout its inception, throughout its creation. Seva Bharati itself tells us, the name itself tells us what it is doing. Seva. Seva is its name itself. So seva of the public, of the people, of the jana is very much there. And seva of whom? Seva of the people. Bharati means the people who live in this Bharat. People who stay in this country, in India. These are called Bharati. So all these Bharati, all these people who are living in this country, they are getting service from Seva Bharati. Bharati is the people who are here. For them, the service which we give, as was mentioned here by earlier speakers, that Manav Seva is a Madhav Seva. Manav Seva is Ishwar Seva. Swami Vivekananda has told us this, that Manav Seva is Ishwar Seva. The service to people is service to God. And that is exactly what Seva Bharati is doing. Seva Bharati has inspiration from such people who have been teaching us, who have been culturally big people, we have heritage of sadhus and sannyasis. We are very fortunate to have Swamiji amongst us, and Swamiji's blessings. We don't require anything more than that. All those sannyasis, sadhus, swamis, mahanta, mat, they have been blessing this country, the people of this country. Because of their blessings and ashirwad, our country has been very rich. Our Desha, Bharat, has been very rich because of the blessings of all such sannyasis and sadhus. They have given us everything, and we are trying to walk on their foots, on their paths, on their footprints. We are trying to walk on that. It is not possible every time, but whatever way they have shown to us, we are trying to walk over that. We are trying to follow that. That is exactly what Seva Bharati is doing. Seva Bharati has taken inspiration of doing this work from Rashtriya Swayamsevak Sangha, that is commonly known as RSS. People have different notions about RSS, Rashtriya Swayamsevak Sangha.
they just understand only RSS. They don't understand the spirit behind those towards those behind these words. What does that RSS mean? What does that Rashtriya Swayamsevak mean? All those people who are affiliated with RSS, they take pride in calling themselves as Swayamsevak. We always feel that. And mind you, RSS is not a political organization. It has got nothing to do with politics. Whosoever comes to the ruling party, whosoever he has there, whosoever comes there for the ruling, RSS doesn't bother about that. Rashtriya Swayamsevak Sangh feels that whosoever has come there in the government should be working for the people, working for the Bharati, that is Bharat Mata. That is what RSS feels. May it be this party, that party, any party. Any party that comes in the government can make mistake, any party. But RSS tells them to correct themselves. This is RSS. RSS is not an organization which is a political. It doesn't have any political motives. That is the reason RSS could provide, could create, could give selfless workers to this society, selfless. They don't have any selfishness. They don't want anything for themselves. Whatever they do for this country, to this Bharat Mata and to the people of this Bharat Mata. That is the motivation for Seva Bharati, because it has taken inspiration from RSS. All these things are to be considered. Some people mistake by saying RSS is a political notion, political organization. It is not so. I know. I have been associated with that. And because of that, I understand what RSS has been doing. It is an inspiration of lakhs of people in this country. An inspiration for what? To serve the Mother India, to serve Bharat Mata, Bharat Amba. That is the inspiration. And that is what we get from RSS. And that inspiration, that motivation is transformed and converted into action. And that action has been given to us by Seva Bharati. That is what we want. We can see all these houses which are converted into homes now are given by Seva Bharati. That is vision, inspiration, motivation into action. We can see what has been given to us by this action. This is what we want to do, nothing else. And as I told you, there are many things can be done by people who are not motivated by political ambition. RSS are not motivated by political ambition. Seva Bharati don't want to go into politics. Seva Bharati just want to serve the people. And this is our motivation for thousands of years. It is not recent motivation. So that is why we are different. This program is different. That is why the very handing over keys is just not having that motivation. It is a larger motivation that we are the people and we are going to do something for the people, our brothers and sisters. We consider all people as our brothers and sisters, and we are doing for them. And we don't take pride in it. See, look, we have done this, we have done that. We don't want. This function is just to bring before the public what we have been doing. We don't want credit for that also.
Look what Seva Bharati has done. Seva Bharati is so great and this. We don't want that. All these workers of Seva Bharati and many of you, they don't want their nameplate. That is, Advocate Rashmi has done this, Advocate Ranjit has done this, Dr. Ranjit has done this. No, they don't want anything. This is people's life. This is people's pride. Logon ka hai ye. Whatever we have done, that is offered at the feet of Ma Bharati. That is what we want. This particular notion has to be carried forward. And that is the reason why such functions are held. When people like you come forward, then all corporate sector also come forward to help us. When we have our hand ahead, they also join their hands. This is the tradition of this country, the tradition of our culture. Whenever we come forward, we are not let alone. People in all field, may in the field of industry, may in the field of corporate, may in the field of politics, everybody comes forward and they do this job because all feel that this is our job. So we all have come together to place before us, before the society, before the people of Kerala, to show how a work can be done in the interest of people. For the people, how we can work. That is exactly what is the message we have to take from this. We will working again and again. Whenever there is disaster, let us not happen. God forbid it. We don't want any disasters. But whenever it happens, we are there. That is what Seva Bharati tells us. And let us get involved into it. Let us join hands with Seva Bharati to do something. You have gathered in large number here just to say, yes, we are with Seva Bharati. That is what Seva Bharati wants, nothing else. When you come here, we will get everything that you have. It is a samarpan bhav towards the society. That is what is needed. And that is exactly what we have achieved. I thank all the workers and the karyakartas, the leaders of the people here, particularly all those who have helped to achieve. We have seen all those houses. Sorry, I should call it homes. They are homes now. They are graha, where we will be settling ourselves. All those, I thank them. I thank all the people here. I particularly thank the people who are working for Seva Bharati, Infosys, other people, then our Jilla Panchayat member, and all of you who are here. And I take pride taking some message from here, that is, let us work for the society. Work for the society is a work for the God, for the Ishwar. Nanni, namaskar. Thank you so much, sir. Sorry to bother you, sir. The temple officials. I request temple officials to step onto the stage. Thank you so much, sir.
നിങ്ങളുടെ വീടാണോ?